അതായത് അദ്വൈത സിദ്ധാന്തത്തിന് നിരാകരിക്കുന്നതായിട്ടുള്ള ഒരു പോയിന്റ് കിട്ടി. സത്യത്തിൽ പരമാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നപ്പോൾ അദ്വൈത സിദ്ധാന്തം പ്രകാരം ബ്രഹ്മമാണ് സകലതും, സർവം ബ്രഹ്മമയം. അപ്പോൾ ബ്രഹ്മത്തിന് യാതൊരു ഗുണവുമില്ല, നിർഗുണൻ, നിരാകാരൻ, നിരക്ഷരൻ, അങ്ങനെ ഇൻഎഫബിളാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു നിരക്ഷരനായിരിക്കുന്ന ബ്രഹ്മത്തിന് ഗുണത്വം കൊടുത്തു. നിർഗുണ ബ്രഹ്മത്തിൻ്റെ സഗുണോപാസനയാണ് പ്രപഞ്ചം. അപ്പോൾ പ്രപഞ്ചത്തിന് അതീതമായിട്ടുള്ളൊരു ശക്തിയുണ്ട്. ഈ പ്രപഞ്ചത്തിന് കാരണഭൂതമായിട്ടുള്ള സകല ശക്തി സകല ചരാചരങ്ങളിലും, അതിന് സ്പേസ് ഇല്ല, ടൈമില്ല, ഇതിനെല്ലാത്തിനും അങ്ങനെയുള്ളൊരു അദ്വൈത ഭാവമാണ്. അത് അൺക്രിയേറ്റാണ്, സ്വയംഭൂവാണ്, അതെല്ലാത്തിലും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഇൻറ്റിഗ്രേഷൻ വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസത്തിൻ്റെയും മതപഠനത്തിൻ്റെയും ആശയ സംവാദത്തിൻ്റെയും എല്ലാവിധ സയൻസിൻ്റെയും കലയുടെ എല്ലാം ഉദ്ദേശ ലക്ഷ്യം ആ ഒരു ഇൻറ്റിഗ്രേഷനാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സ്ഥിതിക്ക് നമ്മളിൽ തന്നെ ഈശ്വരാംശമുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിംബോളിക്കായിട്ടുള്ള പല ആരാധനകളോ അതിനുള്ള കഥയൊന്നും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഹലോ ചേട്ടൻ, ചോദ്യം ചോദിക്കണം. ചേട്ടൻ്റെ അഭിപ്രായം നമുക്ക് വേറെ ചർച്ചയാവുന്നതാണ്. ഇവിടെ ചോദ്യോത്തര സെഷൻ ആയതുകൊണ്ട് ചേട്ടൻ ചോദ്യം ചോദിക്കണം. അപ്പം അതിന് പിന്നെ ഇസ്ലാമികമായിട്ട് പറയുമ്പോഴത്തേക്ക് ഈ ആരാധന നമ്മൾ പടച്ചമ്പരാനായിരിക്കുന്ന ഇപ്പോൾ മുഹമ്മദ് നബി തിരുമേനി അല്ലെങ്കിൽ യേശു ക്രിസ്തു അല്ലെങ്കിൽ രാമനോ ഇങ്ങനെയുള്ള ഹിന്ദു ദൈവങ്ങളിലേക്കുള്ള നമ്മൾ ആരാധന പൂജ ചെയ്തുകൊണ്ടിരിക്കണം, അവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ആ ദൈവങ്ങളെ പോലുള്ള ആൾക്കാർ കൊടുക്കുന്ന പോലെ ഇവർക്ക് നമ്മൾ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കണം, അവരെ പ്രശംസിച്ചിരിക്കണമെന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കാത്ത ആളാണ്. ഞാൻ എൻ്റെ പേര് ജയറാം എന്ന് പറയുന്നത് ഒരു മതത്തിനും ബന്ധപ്പെടുത്തില്ല. എൻ്റെ കുടുംബത്തിൽ തന്നെ അനിയൻ്റെ പേര് ബഷീർ എന്നാണ്, എൻ്റെ ബേക്കർ എന്നാണ്, ക്രിസ്ത്യൻസ് തന്നെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സെക്കുലർ രാഷ്ട്രീയക്കാരനായി ഞാൻ ഈ ആരാധനയിലും വിശ്വസിക്കുന്നു. അപ്പം ഇസ്ലാമികമായിട്ടുള്ള വീക്ഷണഗതി ഇതിലെങ്ങനെ വരുമെന്നത് എനിക്കറിഞ്ഞാൽ കൊള്ളാം. അത് മാത്രമേ ഉള്ളൂ. ജ്യേഷ്ഠ സുഹൃത്തായ ജയറാം സാറുടെ ചോദ്യം, അദ്ദേഹം അദ്വൈതത്തിൽ വിശ്വസിക്കുന്നു. ആരാധനകൾ ആവശ്യമില്ല എന്ന് കരുതുന്നു. അതിനെക്കുറിച്ച് ഇസ്ലാമികമായ വീക്ഷാഗതിയാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ഞാനിവിടെ പറഞ്ഞു, അദ്വൈതം എന്നത് സത്യത്തിൽ പ്രമാണപരമായി അടിസ്ഥാനരഹിതമാണ്, ബുദ്ധിപരമായും അടിസ്ഥാനരഹിതമാണ്. അല്ല, ജയറാം സാർ ഒരല്പം കൂടി ചിന്തിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ആ സെക്കുലർ മനസ്സ് ഒന്നുകൂടി തുറന്നു വെക്കുകയും ഒന്ന് യുക്തിപരമായി റാഷണൽ അനാലിസിസ് നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ സിമ്പിളായ സത്യമാണ്. അതെന്താണ്? സൃഷ്ടി സ്രഷ്ടാവിൽ നിന്ന് ഭിന്നമായിരിക്കും എന്നുള്ളതാണ്. സ്രഷ്ടാവാകണമെങ്കിൽ സൃഷ്ടി അതിൽ നിന്ന് ഭിന്നമായിരിക്കണം. എല്ലാവരും നമ്മൾ ജയറാം സാറിനെ ഇവിടെ പറഞ്ഞു, ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതാണ്. അതിന് പ്രപഞ്ചം തന്നെ തെളിവാണ്, ശാസ്ത്രവും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്ന്. അപ്പൊ അങ്ങനെയാകുമ്പോ ആ സൃഷ്ടിക്ക് പിന്നിൽ ഒരാൾ ഉണ്ടായേ പറ്റൂ. അവൻ ഈ സൃഷ്ടി പ്രപഞ്ചത്തിനകത്താകുമോ? തീർച്ചയായും ആവില്ല. ഈ ടവൽ ഞാൻ ഉണ്ടാക്കിയതാണെങ്കിൽ എന്റെ അസ്തിത്വം അതിന് പുറത്തായേ പറ്റൂ. അത് വളരെ സിമ്പിളായ ലോജിക്കാണ്, വളരെ കേവല യുക്തിയാണ്. ഞാൻ എൻ്റെ അസ്തിത്വം അതിനകത്താണ് എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ കൊണ്ട് തന്നെ അതിനെ സൃഷ്ടിച്ചു എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഏത് പരിമിതിയും എന്നിൽ ആരോപിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. നമ്മിൽ സൃഷ്ടാവിന്റെ അംശം സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോഴുള്ള അപകടവും ഇതാണ്. സട്ടാവായ തമ്പുരാൻ നമുക്ക് വേണ്ടി ദാനം ചെയ്ത, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സമ്മാനിച്ച, മനുഷ്യന് നൽകിയ ആ ആത്മാവ്, അത് സട്ടാവിന്റെ അംശമല്ല, സട്ടാവിന്റെ ദാനമാണ്. എന്തുകൊണ്ടെന്നാൽ അത് തിന്മയിലേക്ക് നമ്മളെ പ്രലോഭിപ്പിക്കുന്നത് കൂടിയാണ്. നന്മ ചെയ്യാൻ നമുക്ക് കഴിവ് നൽകുന്നതോടൊപ്പം തിന്മയിലേക്ക് നമ്മെ പ്രലോഭിപ്പിക്കുന്നത് കൂടിയാണ്.
നമ്മുടെ ഈ സ്വത്വമായ ഈ നമ്മുടെ ഈ അസ്തിത്വം. അപ്പോൾ തിന്മ ചെയ്യാൻ കഴിയുന്ന മനുഷ്യനിൽ, തിന്മയിലേക്ക് പോകുന്ന മനുഷ്യനിൽ അവനിൽ സ്രഷ്ടാവിന്റെ അംശമുണ്ട് എന്ന് പറയുമ്പോൾ ആ സ്രഷ്ടാവിന്റെ അംശത്തിനും അല്ലെങ്കിൽ സ്രഷ്ടാവിനും പരിമിതിയുണ്ടാകുന്നു. അവൻ ആ സ്രഷ്ടാവ് പ്രലോഭിതനാകുന്നു എന്ന് വരുന്നു. ഇസ്ലാം പറയുക സ്രഷ്ടാവായ തമ്പുരാൻ മാനുഷികമായ സൃഷ്ടിപരമായ സകല പരിമിതികൾക്കും അതീതനാണ് എന്ന്. അവൻ അത്യുന്നതനാണ്. അവനിത്തരം പരിമിതികളൊന്നുമില്ല. അവന്റെ ഒരു സൃഷ്ടി മാത്രമാണ് മനുഷ്യൻ. ആ സൃഷ്ടിയായി നമ്മളെ കാണുമ്പോൾ നാം അനുസരിക്കപ്പെടേണ്ടവനായിത്തീരുന്നു. ജയറാം സാറിനെ പോലെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെതായ വീക്ഷാഗതികൾ സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് പോലെ തന്നെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്ത് ബഹുഭൂരിപക്ഷം മനുഷ്യരും എൻ്റെ ആൾ ദൈവങ്ങളുടെ അല്ലെങ്കിൽ വിഗ്രഹങ്ങളുടെ ശവകുടീരങ്ങളുടെ പിന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ആരാധന ആവശ്യമില്ലാന്ന് നമുക്ക് താത്വികമായി പറയാം. താത്വികമായിട്ട് നമുക്ക് എന്തും പറയാം. നമുക്ക് എനിക്കങ്ങനെയെല്ലാം ആകാൻ കഴിയും നമുക്ക് വേണമെങ്കിൽ ഒരു ദിനം വേണ്ടി പറയാം. യുക്തിവാദികൾ പലപ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ആവശ്യമില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനത്തെ ഭൗതികവാദികൾ പോലും രക്തസാക്ഷി മണ്ഡപങ്ങളിൽ എത്തുമ്പോൾ രക്തസാക്ഷി മരിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. നീ നാൾ വാഴട്ടെ എന്ന് പറയാറുണ്ട്. ആ ടേ എവിടെ പോയി മുട്ടുന്നു? അവർ നമ്മളുടെ മനസ്സുകളിൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നു എന്ന് പറയാറുണ്ട്. ഞാൻ പറയുന്നത് ഇതെല്ലാം എവിടെ പോയി അവസാനിക്കുന്നു? നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ബഹുഭൂരിപക്ഷം ആളുകളും, നമുക്കറിയാം, ആൾദൈവങ്ങൾ വന്നാൽ, ആത്മീയ കേന്ദ്രങ്ങൾ വന്നാൽ അതിന് പിന്നിലോടുന്നു. എന്തേ കാരണം? മനുഷ്യന് സ്വാഭാവികമായൊരു ദുർബലതയുണ്ട്. പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുന്ന മനുഷ്യന് ഒരു അത്താണി ആവശ്യമുണ്ട്. ഇതൊരു സത്യമാണ്. അത് നിഷേധിക്കാൻ ശ്രമിച്ചതാണ് ഭൗതിക ദർശനങ്ങൾക്ക് പറ്റിയ അബദ്ധം. അറിയാലോ, നീണ്ട 70 വർഷക്കാലം USSRൽ ഇത്തരം എല്ലാ ആത്മീയ കേന്ദ്രങ്ങളെയും നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഭരണത്തെ ഉപയോഗപ്പെടുത്തി, ചിന്തയെ ഉദ്ദീപിപ്പിച്ചു, ലിറ്ററേച്ചറുകൾ കൊടുത്തു, ആരാധനാ കേന്ദ്രങ്ങൾ അവസാനിപ്പിച്ചു, ജനങ്ങളെ ബുദ്ധിപരമായി പരിവർത്തിപ്പിക്കുവാനും അതേപോലെ തന്നെ സാമൂഹികമായി സംസ്കരിക്കുവാനും ആവശ്യമായ സകല സംവിധാനങ്ങൾ ഉണ്ടാക്കി. എന്തിന്? ഇത്തരം ആത്മീയ കേന്ദ്രങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷെ എന്തുണ്ടായി? പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്നു. മനുഷ്യന്റെ അടിസ്ഥാനപരമായ ദുർബലാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യനൊരു അത്താണി ആവശ്യമുണ്ട്. പ്രയാസങ്ങളിൽ, പ്രശ്നങ്ങളിൽ അവന് അത്താണി ആവശ്യമുണ്ട്. ആ അത്താണി ആരാകണമെന്നതാണ് പ്രശ്നം. ആരുമാകാമെന്നതാണെങ്കിൽ ഏത് ചൂഷകന്മാർക്കും കടന്നു വരാൻ പറ്റും. ഏത് സന്തോഷ് മാധവന്മാർക്കും നമ്മെ ചൂഷണം ചെയ്യുവാനുള്ള തുറന്ന വാതിലാകും. ആർക്കും ചെയ്യാം. എന്തേ? ആരുമാകാമല്ലോ. ചില ചെപ്പടി വിദ്യകൾ കാണിച്ചാൽ ആർക്കും നമ്മുടെ ദൈവമായി, നമ്മുടെ ആരാധ്യനായി തീരാൻ കഴിയും. മനുഷ്യ ദുർബലര. എനിക്കറിയുന്നതല്ല നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയുന്നതല്ല എനിക്കറിയാം. അപ്പോ എനിക്ക് ചില കഴിവുകൾ ഉണ്ടാകാം, അത് വെച്ച് നിങ്ങളുടെ ദുർബലതയെ ചൂഷണം ചെയ്യാൻ കഴിയും. അങ്ങനെ കാലാകാലങ്ങളിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇസ്ലാം അവിടെ പറയും, ഇല്ല, ഈ അത്ഭുതങ്ങളോ ഈ ചെയ്തികളോ ഈ ഔന്നത്യമോ ഈ ഭൗതികമായ കഴിവുകളോ ഒന്നുമല്ല ആരാധ്യനെ തീരുമാനിക്കുന്നത്. നിന്റെ പ്രശ്നങ്ങളിൽ, നിന്റെ പ്രയാസങ്ങളിൽ, നിന്റെ പ്രതിസന്ധികളിൽ, നിന്റെ പ്രാർത്ഥനകൾ മുഴുവനും തിരിയേണ്ടത് നിന്റെ നാഥൻ, നിന്നെ സൃഷ്ടിച്ചവൻ, അവനിലേക്ക്. അവിടെ ചൂഷണങ്ങളില്ല, അവിടെ ദല്ലാളന്മാരില്ല, അവിടെ ഏതെങ്കിലും രൂപത്തിൽ ഈ രൂപത്തിലുള്ള അപമാനവീകരണത്തിന് വിധേയമാകുന്ന യാതൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ എൻ്റെ പടച്ചവൻ എന്നെ കൃത്യമായി അറിയുന്നവൻ, എന്നെ സൃഷ്ടിച്ചവൻ, എൻ്റെ ദുർബലതകൾ അറിയുന്നവൻ, എൻ്റെ പ്രശ്നങ്ങൾ അറിയുന്നവൻ, എൻ്റെ പ്രതിസന്ധികൾ അറിയുന്നവൻ, എൻ്റെ മനസ്സിനകം കൃത്യമായി അറിയുന്നവൻ. അവൻ്റെ മുന്നിൽ അവനിൽ ഞാനെല്ലാം ഏൽപ്പിക്കുന്നു. അതാണ് ആരാധന. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവനോട് ഞാൻ പറയുന്നു, അവനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് ആരാധന.
ഇത് യഥാർത്ഥത്തിൽ മാനവികതയാണ്. ഇതാണ് യഥാർത്ഥ മാനവികത. എൻ്റെ ജയറാം സാറുടെ മനസ്സിലുള്ള അനുജന്മാർക്ക് പേരിടാനും മറ്റുമെല്ലാം കാണിച്ച ആ ഒരു വിശാലമായ സെക്കുലറിസം ഉണ്ടല്ലോ, ആ സെക്കുലറിസം മാനവികതയുടേതാണെങ്കിൽ യഥാർത്ഥ മാനവികതയിലെത്താൻ ഒരല്പം കൂടി നടന്നു പോകേണ്ടതുണ്ട് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. എന്തുകൊണ്ടെന്നാൽ ആ മാനവികതയുണ്ടല്ലോ സട്ടാവായ തമ്പുരാൻ അംഗീകരിക്കാനുള്ള, അവനിൽ കാര്യങ്ങൾ ഫലമേൽപ്പിക്കാനുള്ള, എങ്കിൽ സകല സങ്കുചിതത്വങ്ങളും അവിടെ പൊട്ടി തരിപ്പണമാവുകയും. ആലോചിച്ച് നോക്കുക, അവിടെ ഒരു സങ്കുചിതത്വം പിന്നെ കടന്നു വരാനില്ലല്ലോ. കറുത്തവനെയും വെളുത്തവനെയും അമേരിക്കക്കാരനെയും ഇന്ത്യക്കാരനെയും പടച്ചവൻ, അവൻ അത്യുന്നതൻ. അവന്റെ മുന്നിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അവിടെ പിന്നെ ഔന്നതനും അധമനും ഇല്ല. ഇന്ത്യയിലേക്ക് ഇസ്ലാം കടന്നു വന്നപ്പോൾ സംഭവിച്ച അത്ഭുതകരമായ പരിവർത്തനം അതായിരുന്നു. കേരളത്തിൽ ഇസ്ലാം കടന്നു വന്നപ്പോൾ നമുക്കറിയാം നമ്മുടെ ചരിത്രം. ഇവിടെ വിവേകാനന്ദൻ പോലും, സ്വാമി വിവേകാനന്ദൻ പോലും പറഞ്ഞത് കേരളം ഭ്രാന്താലയം എന്നാണ്. എന്തേ? ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ജാതികളായിരുന്നു, ഇവിടെ ജാതികളും ഉപജാതികളുമായി. മറ്റുള്ള സ്ഥലങ്ങളിൽ തൊട്ടുകൂടായ്മയായിരുന്നെങ്കിൽ ഇവിടെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയുമായിരുന്നു. ഞാൻ ഭൂതകാലത്തെ കുറ്റം പറയുകയോ ആരെയെങ്കിലും പറയുമല്ല, നമ്മുടെ എല്ലാം പൂർവ്വപിതാക്കൾ അങ്ങനെയായിരുന്നു, എൻ്റെയും നിങ്ങളുടെയും. അവിടെ ഉന്നതനായ ആളുകൾ ആരാധിക്കുന്ന ആരാധനാലയങ്ങളിൽ പോകാൻ പാവപ്പെട്ട സാധാരണക്കാരന് അവകാശം ഉണ്ടായിരുന്നില്ല. ബ്രാഹ്മണന്റെ വീടിന്റെ നാലയലത്ത് നിൽക്കുവാൻ അവകാശമില്ലാതിരുന്ന സമയത്ത് അവിടെയാണ് യഥാർത്ഥ ഇസ്ലാം പഠിപ്പിച്ച മാനവികതയുണ്ടാക്കിയ പരിവർത്തനം. നമ്മൾ ഇന്നും അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവിച്ചത് നമുക്കറിയാലോ, ചരിത്രത്തിൽ ഞാൻ പറയേണ്ട കാര്യമില്ല. ഇന്നലെ വരെ ആരാധനാലയങ്ങളിൽ കടന്നു വരുവാൻ അവകാശം നിഷേധിക്കപ്പെട്ട ഈ ആളുകളും എല്ലാവരും ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ചണ്ടാളനുമെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചപ്പോ, സട്ടാവായ തമ്പുരാൻ മാത്രമാണ് ആരാധ്യൻ എന്ന തത്വം അംഗീകരിച്ചപ്പോ, സട്ടാവായ തമ്പുരാന്റെ മുന്നിൽ ഇന്നലെ വരെ ബ്രാഹ്മണനായിരുന്നവൻ, ക്ഷത്രിയനായിരുന്നവൻ, വൈശ്യനായിരുന്നവൻ, ശൂദ്രനായിരുന്നവൻ, ചണ്ടാളനായിരുന്നവൻ, ജാതികളും ഉപജാതികളുമായി തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയുമായി കടന്നുപോയവൻ, എല്ലാവരും ഒരേപോലെ ഒരേ പടച്ചവനെ, എൻ്റെ നാഥന്റെ മുന്നിൽ വരി വരിയായി നിന്ന് തൊട്ടുകൂടായ്മയില്ലാതെ തീണ്ടിക്കൂടായ്മയില്ലാതെ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, അവന്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കുന്ന അവസ്ഥയുണ്ട്. ആ മാനവികത അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതിന് നമ്മളിലെല്ലാം സൃഷ്ടാവിന്റെ അംശമുണ്ട് എന്ന ബോധമുണ്ടായതുകൊണ്ട് ആ മാനവികത ഉണ്ടാവില്ല. അതെല്ലാ തെറ്റുകൾക്കുമുള്ള ന്യായീകരണങ്ങളാണ് പലപ്പോഴും ആവുക. സ്വാഭാവികമായ തെറ്റുകൾക്കുള്ള ന്യായീകരണങ്ങൾ. പലപ്പോഴും അദ്വൈതാചാര്യന്മാർ ഇത്തരം തിന്മകളെപ്പോലും ന്യായീകരിച്ച് നമുക്ക് കാണാൻ കഴിയും. ജാതീയതയെപ്പോലെയുള്ള തിന്മകഥകളെപ്പോലും. ഞാൻ അവരെ കുറ്റം പറയല്ല. പക്ഷേ യഥാർത്ഥ മാനവികതയിലെത്തണമെങ്കിൽ നമ്മുടെ നാഥനെ നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ, അവനെ മാത്രം ആരാധിച്ചേ മതിയാകൂ. അത് സത്യമാണ്, അത് വസ്തുതയാണ്, അത് ചരിത്രം പഠിപ്പിച്ച യാഥാർത്ഥ്യമാണ്, അതാണ് താത്വികമായ വസ്തുത എന്നാണ്. ഏതായിരുന്നാലും ഒരുപാട് പഠിച്ചിട്ടുള്ള, ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ജയറാം സാറിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ വിഷയം കൂടി, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഈ മാനവികതയെക്കുറിച്ച് കൂടി ഗൗരവതരമായി പഠിക്കണം എന്ന് മാത്രം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അനസ്. ദൗവത്തിനായിട്ട് അമുസ്ലിം സഹോദരങ്ങളെ സമീപിക്കുമ്പോൾ അവരിങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളിൽ തന്നെ ഭൂരിപക്ഷ ആളുകളും കല്ലിനെയും മരത്തെയും ശവകുടീരങ്ങളെയും ആരാധിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ ബിംബാരാധന നടത്തുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഇസ്ലാമിക വിധി എന്താണ്? അമുസ്ലിം സഹോദരങ്ങൾ മുസ്ലിങ്ങളിലുള്ള ബഹുദൈവാരാധനാപരമായ കർമ്മങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരിച്ചു ചോദിക്കുമ്പോൾ എന്താണ് വിധി എന്നാണ് ചോദ്യം. ദൈവത്തിനാണ് പോകുന്നതെങ്കിൽ അവിടെ വിധി തെരഞ്ഞു നടക്കേണ്ട പ്രശ്നമുണ്ടാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മുസ്ലിം അമുസ്ലിം എന്നിങ്ങനെയുള്ള രണ്ട് ജാതികളിലേക്കുള്ള ക്ഷണമല്ല ഇസ്ലാമിക പ്രബോധനം. പടച്ചവനിലേക്കുള്ള ക്ഷണമാണ്, സ്വർഗത്തിലേക്കുള്ള ക്ഷണമാണ്. അപ്പോൾ നമ്മൾ ഒരു അമുസ്ലിമിനോടാണെങ്കിലും മുസ്ലിമിനോടാണെങ്കിലും എല്ലാം പറയുന്നത് മരണാനന്തര ജീവിതത്തിലെ രക്ഷയെക്കുറിച്ചാണ്. ഒന്ന്, ആ രക്ഷ ലഭിക്കണമെങ്കിൽ സൃഷ്ടാവായ തമ്പുരാനെ അംഗീകരിക്കണമെന്നുള്ള കാര്യമാണ്, അവനെ മാത്രം ആരാധിക്കണമെന്ന കാര്യമാണ്. ഒരു മുസ്ലിം മദ്യപിച്ചാൽ തെറ്റാണെങ്കിൽ, ഒരു മുസ്ലിം വ്യഭിചരിച്ചാൽ തെറ്റാണെങ്കിൽ, ഒരു മുസ്ലിം
എന്ന് അവകാശപ്പെടുന്നവൻ സൃഷ്ടിപൂജ നടത്തിയാൽ അതും തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതാരാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ജാതിയിൽ നിന്ന് ജാതിയിലേക്കുള്ള ക്ഷണമല്ല ദഅവത്ത്. ദഅവത്ത് എന്ന് പറഞ്ഞാൽ സട്ടാവിലേക്കുള്ള ക്ഷണമാണ്, പടച്ചവനിലേക്കുള്ള ക്ഷണമാണ്, അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്, സ്വർഗത്തിലേക്കുള്ള ക്ഷണമാണ്. അവിടെ ജാതികളുടെ വ്യത്യാസമില്ല. ജാതിയിലേക്ക് ക്ഷണിക്കുമ്പോൾ മാത്രമേ മറ്റേ ചോദ്യം തന്നെ ഉദിക്കുന്നുള്ളൂ. മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ ഇത് ചെയ്യുന്നുണ്ടല്ലോ എന്നല്ലോ എന്ന ചോദ്യം. നമ്മൾ ക്ഷണിക്കുന്നത് ജാതിയിലേക്കല്ല, സട്ടാവിലേക്കാണ്, പടച്ചവനിലേക്കാണ്. അത് മുസ്ലിങ്ങൾ ജന്മ ചെയ്യുന്നുണ്ടെങ്കിൽ, മുസ്ലിങ്ങൾ സൃഷ്ടിപൂജ നടത്തുന്നുണ്ടെങ്കിൽ, മുസ്ലിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും തെറ്റാണ് എന്ന് പറയാനും ഇസ്ലാമിലേക്ക് യഥാർത്ഥ ഖുർആനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കാനും നമുക്ക് കഴിയണം. അതാണ് യഥാർത്ഥ ദഅവത്ത്.